ഹായ്, അതുണ്ടല്ലോ, നമുക്കൊരു വെജ് കുറുമ ഉണ്ടാക്കിയാലോ? ഇത് ശരിക്കും ഞാൻ എൻ്റെ ചേച്ചീനെ പോലെ കാണുന്ന ഒരാളുണ്ട്. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ഇവിടെ നമുക്ക് കുറേ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ക്യാൻഡിൽ കത്തിക്കാം. ഇത് ഞാൻ ഡോളർ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല മണമാണ്. കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രസമാണ് ആ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം തന്നെ എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കുക്കർ വെച്ചിട്ട് കിഴങ്ങും ക്യാരറ്റും പിന്നെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ബീൻസ് എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് 1 പോട്ടായിട്ട് ഉണ്ടാക്കാം, അതല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാം. 1 പോട്ടായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഇടാവേ. ഇത് ഉപ്പ് ആവശ്യത്തിനിടുക, പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. നമ്മൾ സ്റ്റൂ ആയിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടത്തില്ല. ഇത് ഇച്ചിരി ഗരം മസാലയാണ്, അതും ആവശ്യത്തിനിടുക. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലടുപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചേക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെള്ളം കുറവ് ഒഴിച്ചിട്ട് അടുക്കി പിടിച്ചായിരുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. പെരുംജീരകം ഇടുക, കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ മതി. ഞാൻ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ടായിരുന്നു, ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ കാഷ്യൂ, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഞാനെപ്പോഴും പറയുന്ന പോലെ പെരുംജീരകം ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഇടാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് കട്ടിയുള്ളൊരു പാത്രം വെച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം തന്നെ ഇട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ വരും. അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇടാം. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് സവോളയും ഒരു പച്ചമുളക്. ഈ പച്ചമുളകിന് ഭയങ്കര എരിവാട്ടോ, അതുകൊണ്ട് ഓർമ്മ ഒരു പ്രാവശ്യം കടലക്കറി വെച്ചിട്ട് എനിക്ക് അതേ ഒരു പറ്റത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊന്ന് വാടി വരുമ്പോൾ, ഒത്തിരി വേവണമെന്നില്ല, ഒത്തിരി വാടണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വാടി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഇടുക. അരപ്പെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഇത് ഞാൻ ശരിക്കും തട്ടിക്കൂട്ടി ഒരു പ്രാവശ്യം ഉണ്ടാക്കി ചേച്ചിക്ക് കൊടുത്തതാണ്. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെ കാനഡയിൽ വന്നിട്ട് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ശരിക്കും ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളത് പച്ചക്കറികൾ ഫുള്ള് വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇടുക. നിങ്ങൾക്ക് വേണ്ട പച്ചക്കറികളെല്ലാം ഇടാം കേട്ടോ. ഇപ്പോൾ കോളിഫ്ലവറോ ബ്രൊക്കോളിയോ ഒക്കെ ഇട്ട് നല്ല റിച്ചായിട്ട് വരും. അപ്പം ഇതിനിയും അവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും കുറച്ച് ഗരം മസാല, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും, പിന്നെ കുരുമുളകിൻ്റെ ഇത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അതും കൂടി ഇട്ടോ. എനിക്ക് കുരുമുളക് കറക്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇടുക. അത് ഓപ്ഷണലാട്ടോ, ഞാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു എൻഹാൻസ്ഡ് ആയിട്ട് ഫ്ലേവർ കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ എടുക്കുന്നത് ബ്രിയാഷ് ബ്രെഡിൻ്റെ കൂടെയാണ്, അങ്ങനെ ആ പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.